തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി ടി.എൻ. പ്രതാപനെ കൊണ്ട് ചുവരെഴുതിപ്പിച്ച് കോൺഗ്രസ്. ചുവരെഴുത്തിന് നേതൃത്വം നൽകി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഒപ്പമുണ്ടായിരുന്നു. നേരത്തെ ടി.എൻ. പ്രതാപന് വേണ്ടി എഴുതിയ ചുവരെഴുത്തുകൾ മായ്ക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കെ മുരളീധരൻ നാളെ തൃശൂരിൽ എത്തും. വിവരങ്ങളുമായി വീണ്ടും എം മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോഴും തൃശൂരിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കെ മുരളീധരനാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ ടി.എൻ. പ്രതാപൻ, സ്ഥലം MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ നേരത്തെ സ്നേഹയാത്ര ഉൾപ്പെടെയുള്ള ചില പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അദ്ദേഹം മത്സരരംഗത്തില്ല എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങിയിരുന്നു, വളരെ സജീവമായിരുന്നു. ഇപ്പോൾ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതാപൻ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും, സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ട് പ്രതാപന്. അങ്ങനെ വിഷമമുള്ള പ്രതാപനെ കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മുരളീധരന് വേണ്ടി ചുമരെഴുതിപ്പിച്ചിരിക്കുന്നത്. പൊതുവിൽ കോൺഗ്രസ് ഈ ടി.എൻ. പ്രതാപന് സീറ്റ് നിഷേധിച്ചതും അതുപോലെ കെ മുരളീധരന് സ്ഥാനാർത്ഥിത്വം നൽകിയതും തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നേരത്തെ തന്നെ ടി.എൻ. പ്രതാപന് വേണ്ടിയുള്ള പ്രചാരണമൊക്കെ സജീവമായിരുന്നു. അതായത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ടി.എൻ. പ്രതാപന് വേണ്ടിയുള്ള ചുമരെഴുത്തുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് KPCC ഇടപെട്ടാണ് പല ചുമരെഴുത്തുകളും മായ്പിച്ചത്. എന്നാലും പല ഇടങ്ങളിലും ഈ ചുമരെഴുത്ത് സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ ടി.എൻ. പ്രതാപൻ ഈ സ്നേഹ സന്ദേശ യാത്രയൊക്കെ നടത്തി ഈ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. തന്റെ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണമായിരുന്നു. ജനങ്ങൾക്കിടയിലേക്കൊക്കെ പോയി തനിക്ക് വോട്ട് ചെയ്യണം, താൻ വീണ്ടും വരണം, പ്രതാപത്തോടെ പ്രതാപൻ തുടരണം എന്നൊക്കെയായിരുന്നു ഈ ചുമരെഴുത്തുകൾ. എന്നാൽ ഈ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായതോടുകൂടി ജില്ലാ നേതൃത്വം ഇടപെട്ട് ഈ ടി.എൻ. പ്രതാപന്റെ ചുമരെഴുത്തുകൾ മായ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അത് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. കാരണം ടി.എൻ. പ്രതാപനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെയാണ് ആദ്യം ഈ ടി.എൻ. പ്രതാപന് വേണ്ടിയിട്ടുള്ള ഈ ചുമരെഴുത്തുകളൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത്. തുടർന്ന് ഈ പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടെങ്കിലും ഈ ടി.എൻ. പ്രതാപന് വിഷമമില്ലെന്ന് കാണിക്കുവാൻ, അല്ലെങ്കിൽ അതൃപ്തി ടി.എൻ. പ്രതാപന് ഇല്ല എന്നും ഈ കോൺഗ്രസിനുള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കാണിക്കുവാൻ വേണ്ടിയാണ് ജില്ലാ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് പ്രതാപനെ കൊണ്ട് പ്രതാപന്റെ വീട്ടുമുന്നിലുള്ള ഈ തളിക്കുളത്തെ ഒരു ചുമരിൽ ആദ്യമായി ഈ കെ മുരളീധരന് വേണ്ടി ഒരു ചുമരെടുത്ത് എഴുതിയത്. അത് പ്രതാപൻ തന്നെയായിരുന്നു എഴുതിയത്. അതിനുശേഷം DCC-യിലെത്തിയ പ്രതാപൻ പ്രതികരിച്ചത് തനിക്ക് വിഷമമൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. എന്നാലും നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ പ്രതാപന് വിഷമമുണ്ട്. കൃത്യമായും ഇത്രയും ദിവസം സജീവമായി തന്നെ പ്രചാരണ പരിപാടികളിലൊക്കെ മുഴുകിയിരുന്നു. അതോടൊപ്പം തന്നെ അനിലക്കരെ പോലുള്ള നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിന് പിന്തുണയും നൽകിയിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം കെ മുരളീധരന് പോകുന്നതോടെ വലിയ തരത്തിലൊരു വിഷമമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാൻ പ്രതാപൻ തയ്യാറല്ല. വീണ്ടും DCC ഓഫീസിലെത്തിയ പ്രതാപനെ കൊണ്ട് കോട്ടപ്പുറത്തുള്ള ഈ പ്രതാപന്റെ ചുമരെഴുത്തിന് മുകളിലൂടെ കെ മുരളീധരന് വേണ്ടിയിട്ട് എഴുതിപ്പിച്ചു. അത് പ്രതാപന്റെ ചുമരെഴുത്തുകളെല്ലാം മായ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പോസ്റ്ററുകളാണ് ഈ നഗരത്തിലൊട്ടാകെ തന്നെ പ്രതാപന് വേണ്ടി ഒട്ടിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ നീക്കം ചെയ്യുവാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ ഈ തുക ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതൊക്കെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെയാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം. കെ മുരളീധരൻ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രതാപനെയും കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കൂ. കാരണം ഈ ചുമരെഴുത്തുകളൊക്കെ തന്നെ പ്രതാപൻ എഴുതുമ്പോഴും അതിൽ കൃത്യമായും എന്തിനാണത് പ്രതാപനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നുള്ള ചോദ്യം അത് പ്രവർത്തകർക്കിടയിൽ തന്നെ സജീവമായി ഉണ്ട്. കാരണം ഈ പ്രവർത്തകർ ആദ്യം ഈ കോൺഗ്രസ് ഓഫീസിന് മുന്നിലൊക്കെ പ്രതാപന്റെ പേര് എഴുതിയ സമയം അത് KPCC നേതൃത്വം ഇടപെട്ട് മായ്പിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നു, പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടമാകുന്നു. എങ്കിലും പ്രതാപൻ ആ വിഷമമൊന്നും പുറത്തു കാണിക്കാതെ തന്നെ പ്രതികരിക്കുന്നു. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് കെ മുരളീധരന് അനുകൂലമായി കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം ഉണ്ടാകുമോ എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം
ഇത് പ്രതാപന് സീറ്റ് നൽകാതെ ഇരിക്കുമ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർക്ക് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് എത്രയൊക്കെ മറച്ചു വെക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചാലും സാധാരണ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തകർ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ TN പ്രതാപന്റെ ചുമരെഴുത്തുകൾ പലയിടത്തും ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. ഈ തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ നിരവധി ചുമരുകളാണ് പ്രതാപന്റെ പേരിൽ അങ്ങനെ നിൽക്കുന്നത്. ഈ പ്രതാപത്തോടെ പ്രതാപൻ തുടരണമെന്നുള്ള വാക്യങ്ങളാണ് ആ ചുമരിലൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ ചിത്രം മാറുകയാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തകർ എത്രത്തോളം ഇതിനെ പിന്തുണയ്ക്കുമെന്നും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.